വനിതകളുടെയും കുട്ടികളുടെയും സുരക്ഷ ലക്ഷ്യമിട്ട് കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്ററുകൾ ജില്ലയിലും 5 കേന്ദ്രങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു. മൂന്നാർ ഡിവൈഎസ്പി ഓഫീസിന് സമീപം ആരംഭിച്ച സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം MLA അഡ്വക്കേറ്റ് A. രാജ നിർവഹിച്ചു. തൊടുപുഴ, പീരിമേട്, കട്ടപ്പന, മൂന്നാർ, ഇടുക്കി എന്നിവിടങ്ങളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ സെന്ററുകൾ ആരംഭിക്കുക. വിവിധ ആക്രമണങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരകളാകുന്നവർക്ക് അടിയന്തര മാനസിക പിന്തുണയും കൌൺസിലിംഗും അടക്കമുള്ള സേവനങ്ങൾ നൽകുന്നതിനൊപ്പം സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ തോത് കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മൂന്നാർ ഡിവൈഎസ്പി ഓഫീസിന് സമീപം ആരംഭിച്ച സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം ദേവികുളം MLA A. രാജ നിർവഹിച്ചു. എല്ലാ ഡിവൈഎസ്പി അലുവലകങ്ങളിലും അതുപോലെ ASP അലുവലകങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട ഒരു ജെൻഡർ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ அப்படின்னு சொல்லி ஆரம்பிக்கணும் அப்படின்னு சொல்லி தீர்மானிச்சிருக்கேன். അതിൻ്റെ തീരുമാനിപ്പதற்கான കാരണം இன்னைக்கு வருடங்களாக நடந்துகிட்டு இருக்கு. நம்ம குடும்பஸ்ரீயுடைய தலைமையில் ஸ்நேகித அப்படின்ற ஒரு நிகழ்ச்சி நடைபெற்று இருக்கு. இருந்தாலும் இன்னைக்கு டிவைஎஸ்பி அலுவலகங்களில் ஒவ்வொரு தாலுகளிலும் அதுபோல் ASP அலுவலகங்களிலும் இன்னைக்கு தொடக்கம் குறிக்கணும் அப்படின்னு சொல்லி தீர்மானிச்சிருக்கிறாங்க. அப்படி தீர்மானிக்கப்படுவதற்கான காரணம் என்னன்னு கேட்டீங்கன்னா, நமது நாட்டில் பெண்களுக்கான பாதுகாப்பு அதிகப்படுத்துவதற்காக ஒரு தீர்மானம் இன்னைக்கு நிறைவேற்றுகிறாங்க. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിൽ പരിശീലനം ലഭിച്ച കമ്മ്യൂണിറ്റി കൌൺസിലർമാരാണ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും ഓരോ കൌൺസിലർമാർ ഉണ്ടാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയുക, അതിക്രമങ്ങൾക്കിരയായവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക, നിയമപരമായ അവബോധം നൽകുക, ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നിവയാണ് സ്നേഹിതയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. മൂന്നാറിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മൂന്നാർ DVSP അലക്സ് ബേബി മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഭവ്യ കണ്ണൻ, CDS ചെയർപേഴ്സൺ ഹേമലത R, സ്നേഹിത സ്റ്റാഫ് ആതിര രാഘവൻ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.